നമസ്കാരം, വെൽക്കം ടു അനീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം നെയ്മീൻ വെച്ചുള്ള ഫിഷ് മോളിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഫസ്റ്റ് നെയ്മീൻ. ഞാനിവിടെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ഇട്ട് ചെറുതായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് വറുത്ത് ലൈറ്റായിട്ട് വറുത്താൽ മതി, അധികം മുരിക്കില്ല, മാറ്റി വെച്ചിട്ടുണ്ട്. അത് തിന്നായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലത്. പിന്നെ അതിന് വേണ്ട ഒണിയൻ 4-5 എണ്ണം, ഒരു 1.5 കിലോ ഫിഷിനുള്ളത്, അപ്പോൾ അതനുസരിച്ച് 4-5 ഒണിയൻ നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വലിയൊരു കഷ്ണം നീളത്തിലരിഞ്ഞത്, പച്ചമുളക് ഒരു 4-5 എണ്ണം നീളത്തിലരിഞ്ഞത്, കറിവേപ്പില 2-3 അല്ലി വെളുത്തുള്ളി. ഇത് തക്കാളി റൗണ്ടിൽ നൈസായിട്ട് ഒരു 4-5 എണ്ണം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് പെപ്പർ, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് 1/2 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുറച്ച് ലെമൺ ജ്യൂസ് വേണം, കാശ്മീരി ചില്ലി പൗഡർ ഒരു 2-2.5 സ്പൂൺ, പിന്നെ കുറച്ച് 1 സ്പൂൺ മൈദപ്പൊടി കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഓയിൽ, തേങ്ങാപ്പാൽ നന്നായിട്ട് വേണം, 2 തേങ്ങയുടെ പാല്, ആവശ്യമുള്ള ഉപ്പ്, ഒരു 1.5 സ്പൂൺ വിനീഗർ. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാനുള്ള കുറച്ച് ഓയിൽ ഒഴിക്കാം. വറുത്ത ഓയിൽ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഉള്ളി ഇട്ട് നമുക്ക് വഴറ്റാം. ഏറ്റവും ആദ്യം ഉള്ളി ഇടണം. ഉള്ളി നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അത് നല്ല സോഫ്റ്റ് ആവണം. ഇത് സോഫ്റ്റ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ സോഫ്റ്റ് ആവട്ടെ. ഇപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റാൻ വെച്ചിരുന്നത് നല്ല സോഫ്റ്റ് ആവണം. സോഫ്റ്റ് ആവാൻ എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ട് സോഫ്റ്റായി. ഇനി അതിലേക്ക് ഇഞ്ചി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് ചതച്ച് വെച്ചിരിക്കുന്നത് ഇടാം, പച്ചമുളക് ഇടാം, വെള്ളുള്ളി ഇടാം, കറിവേപ്പില ഇടാം, ലാസ്റ്റ് കുറച്ച് നീരിടാം. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റണം. പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, എല്ലാ പൊടിയും കൂടി ഇടാം. മുളക് പൊടി, കാശ്മീരി പൗഡറാണ് ചേർക്കുക. മീനിലും ചേർക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. എരിവിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പച്ചമുളകുണ്ട്, ഇനി കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. അങ്ങനെ എൻ്റെ ആ പച്ചക്കുത്ത് മുളക് പൊടിയുടെയും ഇതിന് പോയി ഇതൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുക. അത് തക്കാളി മാത്രമായതുകൊണ്ട് നാരങ്ങ നീര്, അല്ലെങ്കിൽ വിനീഗറോ ഏതായാലും മതി. ഉപ്പ് പാകത്തിനാക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ആദ്യം വഴറ്റിയപ്പോൾ കുറച്ച് ഇട്ടായിരുന്നു. മീൻ ഉപ്പിട്ടൊക്കെ വറുത്തണം. എന്നാലും ഗ്രേവി നല്ല പാകത്തിനെല്ലാം ആയി കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് 2-ാം പാല് ഒഴിക്കണം. അപ്പോൾ ഒന്ന് ഇതാവട്ടെ, ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കുത്തൊന്ന് പോട്ടെ. കുറച്ച് അടച്ച് വെച്ച് നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം. അപ്പോൾ എല്ലാം നല്ല കുത്തൊക്കെ പോയി. മഞ്ഞൾപ്പൊടി അധികം വേണ്ട. ഇനി 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ 3-ാം പാൽ ഒഴിക്കാം. ഗ്രേവി ആക്കാം. എന്നിട്ട് ഉപ്പൊക്കെ നോക്കണം. പാകത്തിന് എല്ലാം ആക്കി ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ നോക്കണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇത് നിരത്തുന്നത്. കുറച്ചും കൂടെ പാല് ചേർക്കണം.
കുറച്ചും കൂടി ചേർക്കാം. ചാറ് കഷ്ണം ഫിഷ് വറുത്ത് വച്ചിരിക്കുന്നതുകൊണ്ട് അത് ഡ്രൈ ആയി പോവും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് എടുക്കണം. ഉപ്പ് ഒന്ന് പാകത്തിൽ നോക്കിയിട്ട്, ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഇനി ലെയറായിട്ട് ആദ്യം ഫിഷ് ഇടുക, പിന്നെ തക്കാളി വെച്ച ഫിഷ് നിർത്താം. ഇത് കിങ് ഫിഷാണ്. ഏത് ഫിഷിൽ വേണമെങ്കിൽ വയ്ക്കാം. കഴമ്പുള്ള നല്ല കുറച്ച് തിന്നായിട്ടുള്ള പീസാണെങ്കിൽ നല്ലതാണ്. ഇനി തക്കാളി ഒരു ലെയർ, റൗണ്ടിലരിഞ്ഞ തക്കാളിയാണ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് തിളയ്ക്കണം. ഇതൊക്കെ വെച്ചിട്ട് ആ കഷ്ണം ശരിക്കും പിടിക്കണതിൽ. ഇനി നമുക്ക് ഇനിയും ഫിഷ് ഒരു ലെയറും കൂടെ വയ്ക്കാം. ചിലർ തൊലി കളയും. തൊലി അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം, ഉടഞ്ഞു പോകാതെ. ഇങ്ങനെ എത്ര നമ്മുടെ ആവശ്യം അനുസരിച്ച് 2 ലെയറോ 3 ലെയറോ ആക്കി എടുക്കാം. ഇനി തക്കാളി ചേർത്താം. ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ എല്ലാം ഉപ്പും പാകത്തിനാക്കി കറിവേപ്പില ഇട്ട്, ഇത് കഴിഞ്ഞ് ലാസ്റ്റ് തൈമ്പാൽ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് എടുക്കാം. ഇത് നമ്മൾക്ക് എത്രയുണ്ടോ അത്ര ആവശ്യത്തിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി, ഫിഷും തക്കാളിയും കൂടി. ഓക്കെ. ഇനി ചെറിയ തീയിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് പതുക്കെ തിളയ്ക്കണം. കുറച്ചും കൂടി ചാറാക്കാം നമുക്ക്. അടച്ചു വെച്ച് തിള വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാം പാകത്തിനാക്കാം. ഇപ്പോൾ ഫിഷ് മോളി അടുപ്പിൽ നിന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തിളച്ച് കുറുകിയിട്ടുണ്ട്. കുറുകി വന്ന എല്ലാ ഉപ്പും ഇതൊക്കെ പാകത്തിനാക്കി. ഇനി ലാസ്റ്റ് കുറച്ച് 1 സ്പൂൺ മൈദപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിക്കാം. അതിന് കറിവേപ്പില നിരത്തി നമുക്ക് ഇത് ചപ്പാത്തിലൂടെ പൊറോട്ടയുടെ ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പറ്റുന്ന. എല്ലാവരും ഇത് കണ്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഫിഷ് മോളി റെഡി. വേണമെങ്കിൽ കറിവേപ്പില വെച്ച് അലങ്കരിക്കാം. ഫിഷ് മോളി ചൂടപ്പഴം ഉപയോഗിച്ചാൽ നല്ലതാണ്.